ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ രീതിയിലുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1/2 കപ്പ് ജവ്വരി എടുത്ത് 1 മണിക്കൂർ കുതിർത്തി വെച്ച് വെള്ളമൊക്കെ വാർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഫൈനായിട്ട് അരച്ചെടുക്കാം. കുതിർത്തിയ ജവ്വരി ആയ കാരണം വെള്ളം വേണ്ടി വരില്ല. വരികയാണെന്നുണ്ടെങ്കിൽ ചേർത്തോളത്തോളം എങ്ങനെയായാലും ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ജവ്വരി ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. മാവിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് ചിരകിയ നാളികേരം, 1 ടീസ്പൂൺ നെയ്യ്, 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറേശ്ശെ അരച്ച ജവ്വരിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. അരിപ്പൊടിയും ചേർത്ത് ഒരു ഡോ ആക്കി എടുത്തുവിട്ട. എനിക്ക് 3/4 കപ്പ് അരിപ്പൊടിയെ വേണ്ടി വന്നിട്ടുള്ളൂ. നമുക്കിത് മാറ്റി വെക്കാം. 1/2 കിലോ മത്തങ്ങ എടുത്ത് തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത മത്തങ്ങ നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. മത്തങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ നെയ്യിൽ. മത്തങ്ങ നല്ലോണം വാട്ടിക്കോളോ, അല്ലെങ്കിൽ മത്തങ്ങയുടെ പച്ച സ്വാദ് വരും. ഇതിലേക്ക് 3/4 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ച് വെച്ചത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശർക്കര മെൽറ്റ് ആവും. അപ്പോൾ കുറച്ച് ലൂസ് ആവും ഈ മിക്സ്. ഒന്നും കൂടി അപ്പോൾ ടൈറ്റ് ആക്കി എടുക്കേണ്ടി വരും. നമ്മുടെ മിക്സ് റെഡി ആയിട്ട് മിക്സ് ഒന്ന് തണുക്കട്ടെ. ഫില്ലിങ്ങും തണുത്തു. ഞാൻ കുറച്ച് ഇല എടുത്ത് കഴുകി വാട്ടി നെയ്യ് തേച്ച് വെച്ചേക്കണതാണ്. ഇനി നമുക്ക് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചോളൂ കേട്ടോ, കയ്യിൽ തൊട്ട് പരത്താനായിട്ട്. റെഡിയാക്കി വെച്ചേക്കണ മാവിൽ നിന്ന് കുറച്ചെടുത്ത് അടക്കി പരത്തില്ല, അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് എടുത്ത് കുറച്ച് പരത്തിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടക്കി മടക്കണ പോലെ തന്നെ സാധാരണ രീതിയിൽ അങ്ങോട്ട് മടക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അട ഇപ്പം വെന്തുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കുക. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. അട കുറേശ്ശെ തണുത്തുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങിലുള്ള ഒരു അട റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.